സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ക്ഷാമബത്ത കുടിശ്ശികയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണമെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് പിണറായി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. അതിനുള്ളൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് നോട്ടിൻ്റെ കണക്ക് മാത്രം എടുത്താൽ മതി. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ഒഫീഷ്യൽസായിട്ടും വരുന്ന ജീവനക്കാരും അതുപോലെ തന്നെ പോലീസുകാരും ഒക്കെ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷത്തുള്ള ആൾക്കാരാണ്. അവർ പോലും വോട്ട് ചെയ്തിട്ടില്ല ഇപ്രാവശ്യം ഇടതുപക്ഷത്തിന് അനുകൂലമായി. അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അതിഭീകരമായിരിക്കും പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. ഞാൻ ഒരു വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്താണ്. അതായത് സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവും ക്ഷാമബത്തയും ഒരുപോക്കാണെന്നും ഇതെല്ലാം മോർച്ചറായി കഴിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്താണ്. സർക്കാർ ജീവനക്കാർ ഒറ്റക്കെട്ടായിട്ട് നിന്ന് പൊരുതിയില്ലെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ അവസാനിപ്പിച്ചത്. കാരണം ഇതെനിക്ക് പറയാൻ കഴിയുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ കരുണാകരൻ സർക്കാരിനെതിരെയും ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയും ഇടതുപക്ഷ സംഘടനയോടൊപ്പം ചേർന്ന് നിന്ന് പണിമുടക്ക് നടത്തിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രവർത്തകരായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ തൊഴിലാളികളുടെ വർഗശക്തി കാണിക്കേണ്ട സമയമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന് എതിരായിട്ടുള്ള ശക്തമായൊരു മുന്നേറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് അവർ പെരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്ന പോലെ അവർ കഴുക്കൂലുകൾ ഊരിയെടുക്കുന്നു, കിട്ടാവുന്ന ധൂർത്തടിക്കുന്നു. എന്തിന്? ഈ പണമില്ല, ഇവിടെ നമ്മുടെ ഖജനാവിൽ പണമില്ല എന്ന് പറയുമ്പോഴുള്ള അവരുടെ ആഡംബരം. മുഖ്യമന്ത്രിക്ക് പുതിയൊരു കാറ്, 1.5 കോടി രൂപയുടെ ഒരു കാറാണ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് വാങ്ങിച്ചത്. അതിനൊക്കെ പണമുണ്ട്. അപ്പോൾ ഇതിനുള്ള കണക്ക് തീർത്തുള്ള അടി കൊടുക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിലേക്കുന്ന പ്രഹരം ഈ സർക്കാർ ജീവനക്കാരുടെയും ഇതിലെ പെൻഷൻകാരുടെയും ശക്തമായ പ്രഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇതിനിടയിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ഫെഡറേഷൻ്റെ നേതാവ് മഹേഷ് ഇതൊക്കെ ലഭിക്കണമെന്നോ DA ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിലെ സർക്കാർ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം എന്നറിയാമോ? അതായത് സർക്കാർ ജീവനക്കാർക്ക് DA എന്ന് പറയുന്നത് അവരുടെ അവകാശമല്ല, അത് സർക്കാർ വല്ലപ്പോഴും കൊടുക്കുന്ന ഒരു ഔദാര്യം മാത്രമാണ് എന്ന് അണ്ടർടേക്കിംഗ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് നസ്രത്തിൽ നിന്നും നന്മ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്ന് സുവ്യക്തമായിരിക്കുമാണ്. ഇതിനുള്ള തിരിച്ചടി ലഭിക്കാൻ പോവുകയാണ്, ഒരു സംശയവും വേണ്ട. ഈ ഇടതുപക്ഷത്തിൻ്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് വരാൻ പോകുന്ന